1201 ആണ്ട് മകരമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് 15/1/2026 മുതൽ 12/2/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ആജ്ഞാപിക്കാനുള്ള ഒരു പദവിയുള്ള ഉദ്യോഗം ലഭിക്കുകയോ അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗത്തിൽ നിന്ന് പ്രൊമോഷൻ ലഭിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ധനപരമായി ധാരാളം ഗുണങ്ങൾ ലഭിക്കാം. ദീർഘയാത്ര ഈ സമയം പോകുന്നത് വളരെ ഗുണങ്ങൾ ആകുന്നു. സന്താനങ്ങൾക്കുള്ള ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള ഒരു സമയമാണ്. മരണഭയം വരാനുള്ളൊരു സാധ്യതയുണ്ട്. മാതാവിന് ചെറിയ രീതിയിൽ അസുഖങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൽ ചെറിയ അപകടങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട്. ഗ്രഹമാറ്റം, അതായത് ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില പോലീസ് പരാതികളും കേസുകളൊക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു, എന്താണ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത് ഒരു കാരണവശാലും ഒരു മനുഷ്യരോടും അത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഇല്ല. അതെല്ലാം വളരെ മോശമായുള്ള രീതിയിൽ അവസാനിക്കും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കാതിരിക്കുക മൂലം നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ഇത് നിങ്ങളുടെ ഐക്യത്തിന് ബുദ്ധിമുട്ട് വരികയും അതുമൂലം നിങ്ങൾക്ക് മോശമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. വിലപിടിപ്പുള്ള പല രേഖകളും സർക്കാർ രേഖകൾ, സ്വന്തം രേഖകളും സർക്കാർ രേഖ ഉൾപ്പെടെ, നിങ്ങൾ ഇപ്പം സ്വന്തം ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ ആ സർക്കാർ രേഖകൾ ഉൾപ്പെടെ, അതുപോലെ നിങ്ങളുടെ രേഖകളും എല്ലാം വളരെ കൃത്യമായി സുരക്ഷിതമായി സൂക്ഷിക്കുക. അല്ലെങ്കിൽ അതെല്ലാം മോഷണം പോകുന്നതിനും അതുമൂലം നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വരുന്നതിനും സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ജയിൽവാസം വരാനും സാധ്യത കാണുന്നു. തൊഴിൽ നേരെ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസരം, അത് മുകളിൽ നിന്നുള്ള പ്രഷർ മൂലം നിങ്ങൾക്ക് അതിനുള്ള ഒരവസ്ഥ വരാം. അതിനാൽ അത് സൂക്ഷിക്കുക. കുടുംബജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ പരാജയം വരാം. ഏതിന് ഇറങ്ങിത്തിരിച്ചാലും കാലതാമസം വരാനും ഒരു സാധ്യതയുണ്ട്. അതിനാൽ ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി അല്ലെങ്കിൽ ഭദ്രകാളി ദേവി എന്നിവർക്ക് വേണ്ടുന്ന പൂജകൾ ചെയ്യുക. ശത്രു സംഹാര ഹോമങ്ങളും പൂജകളും ചെയ്യുന്നത് നല്ലതായിരിക്കും. വീട്ടിൽ വച്ച് പൂജ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായിരിക്കുക. ഇത് ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രായ അടിസ്ഥാനത്തിലാണ് എടുത്ത് പറയാൻ പോകുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെയാണ്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണപരമായ പലതും കുടുംബത്തിൽ നടക്കാം. മറ്റ് ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹകരണം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. എത്ര പ്രയാസം ഉണ്ടായിരുന്നാലും ശരി, വിദ്യാഭ്യാസം ഒരു കുഴപ്പവുമില്ലാതെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കിട്ടിയ തൊഴിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിലായിരിക്കാം. സാംസ്കാരിക രംഗത്ത് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം കൂടിയാണിത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കാനും വാഹനം, വീട്, സ്ഥലം എന്നിവ സ്വന്തമാക്കാനും സാധിക്കുന്നു. ധനധാന്യ സമൃദ്ധികൾ ഉണ്ടാവാം. ശരീരം ചില അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആ അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടുന്നു. അലർജിയുടെ ചില ശല്യങ്ങൾ വന്നേക്കാം. ലഭിച്ച തൊഴിലിലെ പുരോഗതി ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക രംഗങ്ങളിൽ നിങ്ങളായിട്ടുള്ള കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു സാധ്യത, അതിനുള്ള അവസരങ്ങൾ ധാരാളം വരും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധനനേട്ടം ധാരാളമായി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഐശ്വര്യം നിലനിർത്താനുള്ള പൂജകൾ ചെയ്യുന്നത് പൊതുവെ ഗുണകരമായി കാണുന്നു. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങൾ മാറി വളരെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. പുതിയ വീടും പുതിയ വാഹനങ്ങളും എല്ലാം വാങ്ങുവാനായിട്ട് സാധിക്കും. ഉന്നതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹങ്ങളെല്ലാം ഒരുവിധം നടക്കുന്ന സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ വരാം. ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം കൃത്യമായ ചികിത്സ ലഭിക്കുക മൂലം അത് എല്ലാം മാറിക്കിട്ടുന്നു. ഒടിച്ചിലും ചതവും, അതായത് വീഴാണ്ട് നോക്കുക.
അടുത്ത അനിഴ നക്ഷത്രക്കാർക്കാണ് 13 വയസ്സ് വരെയുള്ളവർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് താമസം മാറാം. ചില അസുഖങ്ങൾ വന്നേക്കാം. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലും നിങ്ങളെ ചൂഷണം ചെയ്യുകയും പല തെറ്റുകളിൽ ചെന്ന് ചാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം, സംരക്ഷണം ലഭിക്കും. ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. ബുദ്ധിയൊക്കെ നേരെയാകും. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിക്കുക വഴി അതുപോലെ തന്നെ നല്ല പദവിയുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യമാകുന്നു. ധനലാഭം ലഭിക്കാം. ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ചില രോഗങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ഭയക്കേണ്ടതായിട്ടില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ കലഹിക്കാനും അതുമൂലം വേർപിരിഞ്ഞു പോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ധനം ലഭിക്കുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയാൽ ധനം ധാരാളം നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കുന്നു. ചില രോഗങ്ങൾ വരാമെങ്കിലും അതൊന്നും ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. സമ്പത്ത് ധാരാളം ഉണ്ടാകും. അതുപോലെ തന്നെ ഐശ്വര്യങ്ങളെല്ലാം ലഭ്യമാകും. ഒരുപക്ഷെ ദേശത്തിൻ്റെ ഭരണാധികാരിയാകാൻ കൂടി നിങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ ചിലർക്ക് പുനർവിവാഹം നടക്കാനും സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും ഉദരത്തിലും വായിലും ചില രോഗങ്ങൾ വന്നേക്കാം. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വരാം. ധനനാശം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസം ചെയ്തേക്കാം. വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പോലീസ് പരാതിയും കോടതി നടപടികളും ഉണ്ടാകാം. ആഭിചാരക്രിയകളിൽ നിന്നും നിങ്ങൾക്ക് ഭയമുണ്ടാകാം. ഇതൊക്കെയാണെങ്കിലും ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുടക്കം ഉണ്ടാകുന്നില്ല. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധനം ധാരാളം ലഭിക്കാം. പുതിയ വാഹനമുണ്ടാകാം. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം മാറി ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു. കാർഷിക മേഖലയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഒരു ശസ്ത്രക്രിയ നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ സംഭവിക്കാം വീഴ്ച മൂലം. അതുമൂലമായിരിക്കും ശസ്ത്രക്രിയ ഉണ്ടാകുന്നത്. ധനലാഭം ഉണ്ടാകാം, എങ്കിലും ചെലവുകൾ വരാം. രക്തത്തിൽ ചില അണുബാധ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടേതാണ്. 9 വയസ്സ് വരെയുള്ളവർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കുകയും വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് സംരക്ഷണ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യാം. പല രീതിയിലും അതുമൂലം നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നു. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരാം. ധനത്തിനും ഐശ്വര്യത്തിനും കോട്ടങ്ങൾ വന്നേക്കാം. സംഭവിക്കാൻ പാടില്ലാത്തതും അല്ലാത്തതുമായ പല അനർത്ഥങ്ങളും സംഭവിക്കാം. മരണതുല്യമായ പല വിപത്തുകളും നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച പോലെ നടക്കാം. വിദ്യാഭ്യാസത്തിന് തടസ്സം വന്നാലും അത് താൽക്കാലികം മാത്രമാകുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടാനും ഇഷ്ടമുള്ള തൊഴിൽ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. വിശേഷപ്പെട്ട അതിഥികളിൽ നിന്ന്, അത് അധികാര സ്ഥാനങ്ങളുള്ള അതിഥികളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നതിന്, അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ പദവിയിലും മറ്റുള്ള ഭാവി കാര്യങ്ങളിലും വളരെ നേട്ടം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ വരാം. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകേണ്ട ഒരു സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അതുപോലെ തന്നെ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരാതെ ശ്രദ്ധിക്കണം. ഉറ്റ ബന്ധുക്കൾക്കും ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങൾക്കും എല്ലാത്തിനും ഒരു പര്യവസാനം വരികയും നിങ്ങൾക്ക് പ്രതാപം, ഐശ്വര്യവും പദവിയും ഒരു നല്ല ആഡംബര ജീവിതവും ഉണ്ടാകുകയും ചെയ്യുന്നു. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി നടക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സർക്കാരിൽ നിന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ കോടതി നടപടികളിൽ വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ ആ കേസിലൊക്കെ പരാജയമാകാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കള്ളന്മാരിൽ, മോഷ്ടാക്കളിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങൾ വരാനും സാധ്യതയുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധയും ബുദ്ധിമോശവും കാണിച്ചാൽ അതിൽ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടതായിട്ടുള്ള ഒരു ഇത് വരാം. കാര്യം ഒരുപാട് നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വസ്തുവിൻ്റെ ക്രയവിക്രയം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ.
ജീവിതത്തിൽ സകലതിനോടും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന ഒരു അവസരം വരെയും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലനിർണ്ണയത്തിന് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ഭഗവാൻ എല്ലാം നൽകുമാറാകട്ടെ. നന്ദി, നമസ്കാരം.